ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് സീരീസിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സർപ്രൈസ് എൻട്രികൾ, 1-2 സർപ്രൈസ് എൻട്രികളുണ്ട്. നമുക്കാദ്യം ടീമിന് പരിശോധിക്കാം. ഇന്ത്യ സ്ക്വാഡ്, സൗത്ത് ആഫ്രിക്ക ടൂർ ഓഫ് ഇന്ത്യ ടെസ്റ്റ് സീരീസ് 2025. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, വൈസ് ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത്. ഏകദേശം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഋഷഭ് പന്ത് ക്രിക്കറ്റിലേക്ക് മടങ്ങി വരുന്നു. സംസാരിക്കാം. യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, സായ് സുദർശൻ, ദേവദത്ത് പടിക്കൽ. കരുൺ നായർക്ക് സ്ഥാനം ഇപ്പോഴും ഇല്ല. ദേവദത്ത് പടിക്കൽ. ധ്രുവ് ജുറൽ സെക്കൻഡ് വിക്കറ്റ് കീപ്പറാണ്. രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, ജസ്പ്രീത് ബുംറ, അക്ഷർ പട്ടേൽ, നിതീഷ് കുമാർ റെഡ്ഡി, മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ്, ആകാശ് ദീപ്. അപ്പോൾ റാണ എവിടെ? 3 ഇതിലും സ്ഥാനം വരേണ്ട റാണ, ഹർഷിത് റാണ 2020 കണ്ടു, വൺഡേയിലും കണ്ടു, 2020 കണ്ടു, ടെസ്റ്റിൽ കണ്ടില്ല. ഹർഷിത് റാണ അവിടെ പോയാവോ? എനിവേ, ആകാശ് ദീപ് തിരിച്ചു വന്നു. പിന്നെ ഋഷഭ് പന്ത് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഏകദേശം. ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ, വൈസ് ക്യാപ്റ്റൻ റോളിലേക്ക്. ധ്രുവ് ജുറൽ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ഉണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഏതൊരു ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ. ഒബ്വിയസ്ലി വൈകാതെ 2020 ക്യാപ്റ്റൻസി സ്ഥാനം ശുഭ്മാൻ ഗിൽ ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ മൊത്തം കാണുന്നുണ്ട്. അങ്ങനെ 3 ഫോർമാറ്റിലും ഏക ക്യാപ്റ്റൻ എന്നുള്ള 1:3 എന്നുള്ള ലെവൽ വരും. ഓക്കെ, ഋഷഭ് പന്തിൻ്റെ കാര്യമാണ് എടുത്ത് പറയുന്നത്. ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഋഷഭ് പന്ത് എന്തുദ്ദേശിച്ചിട്ടാണോ വരുന്നത് എന്നറിയില്ല. അടുത്ത വർഷം ഏതായാലും 2020 വേൾഡ് കപ്പ് കൂടിയിട്ടാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പ്, ഇന്ത്യൻ ചാമ്പ്യന്മാരായ വേൾഡ് കപ്പിൽ ഋഷഭ് പന്തായിരുന്നു വിക്കറ്റ് കീപ്പർ. വൈകാതെ ഋഷഭ് പന്ത് 2020 വേൾഡ് കപ്പിലും ചാടി കയറുമോ പറയാൻ പറ്റില്ല. സഞ്ജുവിൻ്റെ സ്ഥാനം ഏതായാലും ഇപ്പോൾ തുലാസിലെ പോലെ ഇരിക്കുന്നത്. അത് കാരണം കൊണ്ട് ഋഷഭ് പന്തിനെ ഇപ്പോൾ വിക്കറ്റ് കീപ്പർ ആക്കിയാൽ അതിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിവേ, ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഋഷഭ് പന്ത് തിരിച്ചു വന്നിരിക്കുന്നു. വൈസ് ക്യാപ്റ്റൻ റോളും കൂടി ഋഷഭ് പന്തിനുണ്ട്. ശുഭ്മാൻ ഗില്ലും ക്യാപ്റ്റൻ. കരുൺ നായർക്ക് സ്ഥാനമില്ല. ദേവദത്ത് പടിക്കൽ ടീമിലുണ്ട്, സ്ക്വാഡിലുണ്ട്. സായ് സുദർശനും സ്ക്വാഡിലുണ്ട്.